വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ലോക സിനിമയുടെ ശ്രദ്ധാകേന്ദ്രമായി കാൻ ചലച്ചിത്രോത്സവത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ കനി കുസൃതി. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം കാനിൽ അവാർഡ് നേടുമ്പോൾ, ഗ്രാൻഡ് പ്രീ നേടുമ്പോൾ സിനിമയുടെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും സാമൂഹ്യ നിലപാടുകളും പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ലാതെ ചുവപ്പ് പരവതാനിയിൽ തലയുയർത്തി നിൽക്കുന്ന താരമാണ് കനി കുസൃതി. കനി കുസൃതി നമ്മളോടൊപ്പം ചേരുന്നു. കനി കുസൃതി, വെരി ഗുഡ് മോർണിംഗ്, കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെ ഹൃദയം കവർന്ന അഭിനന്ദനങ്ങൾ കനി. ഹായ്. കനി ഒരു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലാണെന്ന് എനിക്കറിയാം. ഞാൻ എളുപ്പം കനിയെ ഫ്രീ ആക്കാം. കനി, ഞാൻ ആ ഗാർഡിയനിലും BBC-ലും ഒക്കെ വന്ന റിവ്യൂ വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ഗ്രാൻഡ് പ്രീ കൂടി കിട്ടിയെന്ന് അറിയുമ്പോൾ ശരിക്കും എല്ലാവരെയും പോലെ നമ്മളെല്ലാവരും സന്തോഷിച്ചു. കനി ആ തണ്ണിമത്തൻ ബാഗുമായിട്ട് ആ ചുവപ്പ് പരവതാനിയിൽ നിൽക്കുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ റിയലി കനിക്ക് ഫീൽ ചെയ്തത് എന്താണ്? അല്ല, ഞാനതൊരു ഒരു സോളിഡാരിറ്റി അങ്ങനെ എൻ്റെ ഇതിലേക്ക് ഫോക്കസ് ആവാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. അവിടെ വരുന്ന ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സോളിഡാരിറ്റി ഇപ്പോൾ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, സ്ത്രീകൾക്ക് വർക്കിംഗ് സ്പേസിൽ ഉണ്ടാകുന്ന വയലൻസിനെതിരെയുള്ളത്, പിന്നെ ഫ്രാൻസിൽ ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള വേതനം, അതിൻ്റെ റൈറ്റ്സ് കൊടുക്കാത്തതിനൊക്കെ പലതരത്തിലുള്ള സോളിഡാരിറ്റികളും പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും അവിടെ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ടും ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പോകുന്നതുകൊണ്ടും ഇതിനൊരു കൂടുതൽ ശ്രദ്ധ അങ്ങനെ വരുന്നു എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഫോക്കസായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അത് ചെയ്തത്. ഒരുപാട് പേര് ചെയ്യുന്നത് പോലെ ഞാനും ആ ഒരു സോളിഡാരിറ്റി കാണിക്കാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ ആ പർട്ടിക്കുലർ റെഡ് കാർപ്പറ്റിൽ അത് അങ്ങനെ ഞാൻ ആലോചിച്ചില്ല. കനി, ഈ പായൽ കവാടി ഈ സ്റ്റോറി പറയുന്ന സമയത്ത് വളരെ ചെറിയൊരു പ്ലോട്ടാണ്, പക്ഷെ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമെന്നും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമെന്നും കനി അപ്പോൾ ഒരുപക്ഷെ ആലോചിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അതും വളരെ മനോഹരമായി വീവ് ചെയ്തെടുത്തു. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, റിവ്യൂ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സിനിമയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ഫ്രണ്ട്ഷിപ്പാണ് പറയുന്നത്, 3 സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്പാണ്. വളരെ വ്യത്യസ്തമായൊരു ലോകത്ത് നിന്നുകൊണ്ടാണ് ആ കഥ പറയുന്നത്. അപ്പോൾ കുഞ്ഞു പ്ലോട്ട് ഇങ്ങനെ ആയിത്തീരുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? ഇല്ല, ഒട്ടും അങ്ങനെ ഇങ്ങനെ ആയിത്തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കഥ പായൽ ഒരു 6-7 വർഷം മുമ്പ് എന്നോട് പറഞ്ഞിട്ടൊക്കെയുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ദിവ്യ ചെയ്തിരുന്ന കഥാപാത്രം ചെയ്യാനാണ് എന്നെ വിളിച്ചിരുന്നതും. പക്ഷേ പായലിൻ്റെ മറ്റു വർക്കുകളും എൻ്റെ ഓരോ കാര്യമൊക്കെ ആയിട്ടും പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാത്തത് കൊണ്ടും ഒക്കെ അത് നീണ്ട് അവസാനം ഇപ്പോഴാണ് ചെയ്യാൻ സാഹചര്യം വന്നത്. ആ സാഹചര്യം വന്നപ്പോൾ ഞാൻ അതിലെ മറ്റേ ക്യാരക്ടറാണ് അവസാനം ചെയ്തത്. കഥ വായിക്കുമ്പോൾ വളരെ പോയറ്റിക്, ഒരു ചെറുകഥ വായിക്കുന്ന പോലെയുള്ളൊരു വേറൊരു സിംപ്ലിസിറ്റി ആ കഥയ്ക്കുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു രീതിയിലാണ് അത് കാണുന്നത്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ നമ്മൾ സിനിമയുടെ കഥ വായിക്കുമ്പോഴൊന്നും ആലോചിക്കാറില്ല. എന്നാലും എനിക്കൊന്ന് പായൽ എടുത്ത രീതികളും, ഇപ്പം ഞങ്ങൾ പോലും പ്രീമിയറിനാണ് ആദ്യമായിട്ട് ആ സിനിമ കാണുമ്പോഴാണ് ഇങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കും അപ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊരു പായലിൻ്റെ ഒരു ഓഥർഷിപ്പാണ് ആ കഥയെ വ്യത്യസ്തമാക്കുന്നത്. കഥയ്ക്ക് ഒരു വളരെ എന്താ പറയുക, ഒരു സട്ടിൽ പോയറ്റിക് ആയിട്ടിരിക്കുമ്പോഴും പായലെടുക്കുന്ന ഒരു രീതിയുടെ പ്രത്യേകതയാണ് അതിന്, ആ ഒരു ഓഥർഷിപ്പാണ് അതിൻ്റെ കൂടുതൽ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, കനി പ്ലോട്ട് പറയുന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് കനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കൊന്നു ഈ ബിരിയാണി എന്ന സിനിമയിൽ വരുമ്പോഴും അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂ ആണ് അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ബോക്സ് ഓഫീസിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും കനിയെ സംബന്ധിച്ചൊരു താരമെന്ന നിലയിൽ വലിയ രീതിയിലുള്ളൊരു അറ്റൻഷൻ ആ സിനിമ തന്നു. പക്ഷേ പിന്നീട് കുറച്ച് കാലം ഒരു ഗ്യാപ്പ് വരുന്നു. ഞാനിപ്പോൾ പോച്ചറൊക്കെ കാണുകയായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ളൊരു പരിണാമം വളരെ എഫക്റ്റീവായിട്ട് ഈ കനിക്ക് വളരെ എളുപ്പം സാധിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മലയാള സിനിമാ ലോകത്ത് നിന്ന് ആദ്യം ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് കനിയെ ബന്ധപ്പെട്ടത്? എന്താണ് കനി അവരോടൊക്കെ പറഞ്ഞത്? എങ്ങനെയാണ് മലയാള സിനിമാ ലോകം കനിയുടെ ഈ അവാർഡിനെ വരവേറ്റത്? ഞാൻ അവിടെ ഫ്രാൻസിലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇനി എൻ്റെ ഫോണൊന്നും വർക്ക് ചെയ്യുന്നുണ്ടല്ല, ഫോൺ തന്നെ എടുത്തില്ല. അതുകൊണ്ട് ഇനി ആരെങ്കിലും ബന്ധപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സിനിമയിലുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായ ആൾക്കാരുണ്ട്. ഇപ്പോൾ ദർശന, റോഷൻ, ശാന്തി, അങ്ങനെ അടുപ്പമുള്ള സിനിമയിലുള്ള, എന്നാൽ സിനിമയിലായോണ്ടല്ല, അല്ലാതെ തന്നെ സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾ നമ്മളെ വിളിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്തു. അതല്ലാതെ കൂടുതൽ ആൾക്കാരും ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു ഇനി വിളിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ പരിചയമില്ലാത്തവരാണെങ്കിലും നേരിട്ട് പരിചയമില്ലാത്തവരാണെങ്കിലും ഒക്കെയും
സോഷ്യൽ മീഡിയ വഴിയാണ് മെസ്സേജ് അയച്ചതാണെങ്കിലും മിണ്ടിയതൊക്കെ. അങ്ങനെ ഒരു ഫോണിൽ കൂടി നമുക്ക് അടുപ്പമുള്ള ആൾക്കാരാണ്. എനിക്ക് അതും ഇങ്ങനെ വന്നിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് അയക്കാൻ പറ്റുക അങ്ങനെയൊക്കെ. വേറെ ആരൊക്കെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് അത് അങ്ങനെ കാണാനും നോക്കാനും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല, നമ്മുടെ സമയത്തിന്റെ വ്യത്യാസവും ഒക്കെ ആയിട്ട്. 30 വർഷമായെന്ന് തോന്നുന്നില്ലേ? 94-ലാണ് സൊമ്മിന് കാനിൽ മത്സരിക്കാനുള്ള ഒരു എൻട്രി തന്നെ കിട്ടുന്നത്. പിന്നീട് ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഒരു സിനിമ പോവുകയാണ്. നേരെ ഈ 30 വർഷത്തിനു ശേഷം സിനിമയിൽ കാനിലേക്ക് പോകുന്നു. അവിടെ ഗ്രാൻഡ് പ്രീ കിട്ടുന്നൊരവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ ഈ ആദ്യം ഈ കാൻ ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്തു എന്ന് അറിയുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാ, ആരാ വിളിച്ചു പറയുന്നത് കാനിലേക്ക് പോകണം, ഫിലിം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന്? പായലൊരു ദിവസം എനിക്കും ദിവ്യക്കും മെസ്സേജ് ദിവ്യക്ക് അയച്ചു എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അയച്ചു നാളെ ഒരു 10 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു അവസാനത്തെ ഡബ്ബിങ് തീർക്കാനായിട്ട് പായൽ വരും, അപ്പൊ ചെയ്യണം, അതിനെ പറ്റിട്ട് പറയാനാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ആ കോളിൽ ഞാൻ നോക്കുമ്പോൾ ദിവ്യ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു പ്രൊഡ്യൂസറും പായലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ പറയുന്നത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ. ദിവ്യക്ക് എനിക്ക് അങ്ങനെ ഒരു വാവ് അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തത്. നമ്മളിങ്ങനെ ഓക്കെ അങ്ങനെ കേൾക്കുന്നത് എന്താ പതുക്കെ അതിന്റെ ഒരു ഇത് വന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിച്ച എല്ലാവർക്കും സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ആരും അതിന്റെ അവസാനം ഫൈനൽ എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൂടുതലും അത് എങ്ങനെ വന്നു, കാരണം ഞങ്ങൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് സമയമെടുത്ത് എല്ലാവരും ഒരുപോലെ ഇൻവോൾവ് ചെയ്തൊരു സിനിമയാണ്. അപ്പം നമുക്ക് അത്രയും അതിന്റെ ഭാഗമാകുമ്പോൾ എല്ലാവർക്കും ആ സിനിമ എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ. അതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പതുക്കെ ഇതിനെ പറ്റി ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും സന്തോഷം തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പ്രൈസ് പായലിന് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി പായൽ അത് ഡിസേർവിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അതുപോലെ മികച്ച സിനിമകൾ വേറെ ഉണ്ടാവും, എന്നാലും പായലും ഡിസേർവിങ് ആണ് എന്ന് തോന്നി. പായൽ നടത്തിയ പ്രസംഗത്തിൽ കനിയുടെ പേരാണ് ആദ്യം പറയുന്നത്. കനിയും ദിവ്യപ്രഭയും ഈ ഛദ്ദയും അല്ലെ, ഇവരും ഛായയും നിങ്ങൾ 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്നാണ് പായൽ പറഞ്ഞത്. ആദ്യം തന്നെ മൈക്കെടുത്ത് പറഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ 3 പേരും മാത്രമല്ല, ശരിക്കും ആ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളില്ലെങ്കിൽ അത് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കൺസ്ട്രെയിൻസിൽ നിന്നിട്ട് എല്ലാവരും ഒരുപോലെ മനസ്സ് കൊടുത്ത് നിന്നത് കൊണ്ട് തന്നെയാണ് അത് നടന്നിട്ടുള്ളത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ലൈറ്റ് എടുക്കാൻ വരുന്ന ചേട്ടൻ മുതൽ മേക്കപ്പിന്റെ ആളുകൾ മുതൽ എല്ലാ മനുഷ്യരും കൂടി വർക്ക് ചെയ്തിട്ടാണ് അത് ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഉണ്ടാവുന്നത്. എല്ലാവരും അതിൽ നിന്ന് ഓരോ മനുഷ്യരും അതുപോലെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. എനിക്ക് തോന്നി ഈ പായൽ വിൻ ചെയ്യുമ്പോൾ സന്തോഷമുള്ളപ്പോഴും എനിക്ക് ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു അന്താരാഷ്ട്ര സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാവാം ഏതോ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും എന്തോ ഒരു അംഗീകാരം, എന്തോ എല്ലാവരും നമുക്കെല്ലാം കിട്ടിയ എന്തോ ഒരു സംഭവം അങ്ങനെ. അത് പ്രത്യേകിച്ച് എനിക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും കിട്ടിയ എന്തോ ഒരു അല്ലെങ്കിൽ എന്തോ ഒരു സാധ്യത പോലെ അങ്ങനെ എന്തോ ഒരു ഫീലിംഗ്, അങ്ങനെയാണ് അതിന്റെ സന്തോഷം തോന്നിയത്. ഈ കനി നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്, രണ്ടാമത് ഈ സോഷ്യൽ വിഷയങ്ങളുടെ സാമൂഹിക വിഷയങ്ങളുടെ കനിയൊക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് അതിനകത്ത് നിലപാടുള്ള ഒരാളുമാണ്. അത് ഈ സിനിമയിലേക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ കനി? അങ്ങനെ ഒരു സിനിമയിൽ അതെങ്ങനെയാ സഹായിക്കാൻ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു കാര്യം ഒരു സീൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നല്ലാണ്ട് നമ്മുടെ രാഷ്ട്രീയ നിലപാടും ഒരു സിനിമയിൽ എടുക്കുന്ന കഥയും തമ്മിൽ അത്രയും ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ അഭിനയിക്കാൻ, ഇപ്പം ആക്ടറാണെങ്കിൽ അത് അഭിനയിക്കാൻ അറിയുക, ആ ഡയറക്ടറുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിലപാടും അതും കൂട്ടി ചേരേണ്ട കാര്യമില്ല. പക്ഷെ ഒരേ നിലപാടുകളോ അല്ലെങ്കിൽ ഒരേ നിലപാട് അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടുള്ളവരാണെങ്കിലും സോറി പറഞ്ഞോളൂ. കനി, ഈ ബിരിയാണിയുടെ സിനിമ വരുന്ന സമയത്ത് നമ്മൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ അതിലെ അഭിനയത്തിന് ശ്രദ്ധ കിട്ടുമ്പോഴും ആ സിനിമയെ വേറൊരു രീതിയിലാണ് പുറത്തെ സമൂഹമൊക്കെ കാണാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ നടന്നത്. അതെപ്പോഴെങ്കിലുമൊക്കെ മാനസികമായിട്ടൊരു വിഷമം തന്നിരുന്നു. ഒരു കലാരൂപത്തെ ആ രീതിയിൽ കാണാൻ കഴിയാതിരിക്കുന്നൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഒരു വലിയ സമൂഹം ഈ സിനിമയൊക്കെ ആസ്വദിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതല്ലാത്തൊരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട് എന്നത്, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നു? എനിക്കൊരിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ അതിൽ ന്യൂഡായിട്ടുള്ളൊരു സീൻ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടായതുണ്ടാവാം. അതുപോലെ അതിലെ രാഷ്ട്രീയം പ്രശ്നമായിട്ടുള്ളതുണ്ടാവാം. അപ്പോൾ രാഷ്ട്രീയം
പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്കും പ്രശ്നമുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു കഥ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡയറക്ടറോട് അന്നേ പറയുകയാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ ആ ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് ഒരിക്കലും അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആളുകൾ പറയുമ്പോഴല്ല. നമുക്കും അത്തരം ബോധങ്ങളുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മുടെ ഗതികേട് കൊണ്ടും നമുക്ക് ആ സമയത്ത് പൈസ ഇല്ലായിരിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പലതും അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് പൊരുത്തമില്ലാത്തത് ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരിക്കലും ആളുകൾ പറയുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല. പക്ഷേ അതിലിപ്പോൾ ഒരു ന്യൂഡ് സീന് ഉണ്ടായിരുന്നു, അത് അഭിനയിച്ചത് കൊണ്ട് ആളുകൾ പറയുന്നു. അതെനിക്ക് പേഴ്സണലി പ്രശ്നമല്ല. ഒരു നടി എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യണം, ഏതാണ് ചെയ്യണം, അങ്ങനത്തെ ഒരു ധാരണ എനിക്കുണ്ട്. അതിലും ഇപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത സൈനുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിന് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ബാധ്യസ്ഥത അപ്പോൾ ഉണ്ടായി വരും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കനി, ഈ മലയാള സിനിമയിൽ നിന്ന് ഇപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉള്ളിലുള്ളപ്പോഴും ഈ ബിരിയാണിക്ക് ശേഷം ഇപ്പോൾ പോച്ചർ പോലെയുള്ള സീരീസൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ അന്താരാഷ്ട്ര ശ്രദ്ധ തേടുന്ന സീരീസുകളായിട്ട് മാറുന്നു. പക്ഷെ അപ്പോഴും കനി നമ്മുടെ മലയാള സിനിമാ ലോകത്ത് നിന്ന് ആ അർത്ഥത്തിൽ കനിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇത്തരം നിലപാടെടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ കനിക്ക്? പിന്തുണ വെച്ച് അഭിനയിക്കാൻ വിളിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് എന്ത് പിന്തുണയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എനിക്ക് നമ്മളെ വർക്കിന് ആവശ്യത്തിന് വിളിക്കാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് പക്ഷേ ഓഡിഷൻ ചെയ്യാം, എന്താ ഓഡിഷൻ ചെയ്യാൻ പോലും വിളിക്കാത്ത തോന്നാറുണ്ട്. പിന്തുണ എന്നൊക്കെ നമുക്ക് നമ്മളോട് പിന്തുണ തോന്നിയാലല്ലേ ആളുകൾക്ക് തരാൻ പറ്റുക. അത് മലയാളത്തിൽ ഓഡിഷൻ ചെയ്യാൻ പോലും വിളിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ കനിയൊക്കെ വളരെ ഗംഭീരമായി ചെയ്യാൻ കഴിയാവുന്ന സീനുകളൊന്നും അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിലൊന്നും കനി പരിഗണിക്കപ്പെടാതിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രസകരമായ ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ളതും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള നടിമാരും നടന്മാരും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ വിളിക്കണം തോന്നണമെന്നില്ല, അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഒരിക്കും ഓഡിഷന് വിളിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായിരിക്കും. ഓഡിഷനെ വിളിക്കാത്ത നമുക്കൊക്കെ അയ്യോ ഇതെന്താ അതിനുപോലും വിളിക്കാത്തതെന്ന് തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും വിധത്തിൽ ഈ സിനിമകളൊക്കെ ആകുമ്പോൾ പലതരത്തിൽ ഇപ്പം പായലിനെ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യപ്രഭയെ പോലെ നിങ്ങളൊരു സുഹൃത്ത് വലയത്തിനുള്ളിൽ നിന്ന് കിട്ടുന്ന സിനിമകളും ഒരു സന്തോഷമുണ്ടല്ലോ. പക്ഷേ മലയാള സിനിമ പോലൊരു ഇൻഡസ്ട്രിക്കുള്ളിൽ നല്ല ക്വാളിറ്റി സിനിമകൾ ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പലതരത്തിലുള്ള ആധിപത്യ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്, സ്റ്റാർസ് ഉണ്ട്, മാഫിയ സംഘങ്ങളുണ്ട് എന്നൊക്കെ പുറത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ CWC ഒക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്നവരാണ്, അവർക്കും അവസരം കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കനി ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ പായലാണെങ്കിലും സുഹൃത്ത് ബന്ധത്തിൽ നല്ല ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ്. ഓഡിഷൻ എന്ന് പറഞ്ഞാൽ പായൽ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള അത്യാവശ്യം എല്ലാവരും ഇതിനകത്ത് പല ക്യാരക്ടേഴ്സിനും ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഓഡിഷനിൽ കൂടിയാണ് അത് നമുക്ക് എനിക്കാണെങ്കിലും ദിവ്യക്കാണെങ്കിലും അവസരം കിട്ടിയത്, അല്ലാണ്ട് സുഹൃത്ത് ബന്ധത്തിൽ നല്ല. പക്ഷെ മലയാളത്തിൽ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. ഞാൻ ഇതൊന്നുമല്ല വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ജീവിക്കുന്നത്, എനിക്കറിയില്ല, ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി കനി എന്താണ് അടുത്തൊരു ലെവലിലേക്ക് ആഗ്രഹിക്കുന്നത്? കാനിലെത്തി, ഇനി അടുത്ത ലെവലിൽ എനിക്കൊന്ന് അന്താരാഷ്ട്ര പ്രൊഡക്ഷൻ കമ്പനി ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ 3-4 കമ്പനികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞോളൂ. അതൊക്കെ ഓക്കെ. ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഇവിടെ ഷൂട്ടാണ്, ഇവിടെ ആൾക്കാർ വന്നു കനി മനസ്സിലാവുന്നു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നാണ്. താങ്ക് യു കനി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, ഹൃദയത്തിൽ നിന്ന് വരുന്ന അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി കനിക്ക്. വീണ്ടും ഗംഭീരമാവട്ടെ ഇനി വരുന്ന ദിവസങ്ങളും അഭിനയിച്ച് താർക്കുക. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിജയം തന്നെയാണിത്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ പ്രത്യേകിച്ചും പിന്നെ നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായും പ്രത്യേകിച്ച് ഗാർഡിയനിലും BBC ഒക്കെ ഹൈ റേറ്റിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനോടൊപ്പം ഗ്രാൻഡ് പ്രീ അടിച്ചു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ കനി. അപ്പോൾ ഗംഭീരമാവട്ടെ കനി ഇനി വരും ദിവസങ്ങളിലും. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. കനി കുസൃതിയാണ് നമുക്കൊപ്പം ചേർന്നത്. കനി കുസൃതി ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചോ, സന്തോഷം നമ്മളും കനി കുസൃതിയോടൊപ്പം പങ്കുവെക്കുകയാണ്. അപ്പോൾ ആ സന്തോഷമാണല്ലോ എനർജി. കനി എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും വർത്താനം പറയും. ഏത് കാര്യം ഉണ്ടെങ്കിലും കനി വളരെ ചിരിച്ചോണ്ട് വളരെ കൂളായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ എടുക്കുക. കനിയെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ജയശ്രീ മൈത്രേയനും. അത്തരം നിലപാടുകളുമായി കനി മുന്നോട്ട് പോകുന്നു. ആ നിലപാടാണ് ബിരിയാണിയുടെ അവാർഡ് വേദിയിലും കനി കാണിച്ചത്. ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവാർഡ് വേദിയിലും തണ്ണീർമത്തൻ ബാഗുമായി പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഒപ്പം തന്നെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനത്തോടു കൂടി കനി വരുന്നതും. അപ്പോൾ ഒരു കലാകാരി, ഒരു രാഷ്ട്രീയ നിലപാടുള്ളൊരു കലാകാരി കൂടിയാണ് എന്നത് പ്രത്യേകം സന്തോഷമുള്ളൊരു കാര്യം. കനി കുസൃതിക്കും ഒപ്പം പായൽ കപാടിക്കും ദിവ്യപ്രഭയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു.